ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല. കുറേയധികം തിരക്കുകൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ നോക്കുകയാണ്. നമ്മൾ പര്യായ പദത്തിൻ്റെ മാതൃകാ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു 16 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയിട്ട് കാണുക. അതുപോലെ തന്നെ പര്യായ പദങ്ങൾ അത് ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിശദീകരണം. അതും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യം പോയിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിൻ്റെ ബാലൻസ് ആയിട്ട് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആമയുടെ പര്യായ പദം അല്ലാത്തത്. ആമയുടെ പര്യായ പദം അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മേഷം, ഓപ്ഷൻ ബി കച്ചപ്പം, ഓപ്ഷൻ സി മരാളം, ഓപ്ഷൻ ഡി മണ്ടൂകം. അപ്പം ഇതിലേതാണ് ആമയുടെ പര്യായ പദം അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം മേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഷം എന്ന് പറഞ്ഞാൽ ഈ കന്നി മേടമാസത്തിൻ്റെ കന്നി മേടമാസത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് മേഷത്തെ കണക്കാക്കുന്നത്. പിന്നെ കച്ചപം എന്ന് പറഞ്ഞാൽ ആമയാണ്. കച്ചപം എന്ന് പറഞ്ഞാലാണ് ആമയാണ് കച്ചപം എന്ന് പറയുന്നത്. പിന്നെ മരാളം എന്ന് പറഞ്ഞാൽ അരയന്യത്തിനാണ് മരാളം എന്ന് പറയുന്നത്. മരാളം, അരയന്യം. മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവളേനെയാണ് മണ്ടൂകം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ ബി ഒഴികെ ഉള്ള ബാക്കി എയും സിയും ഡിയും എല്ലാം എന്താണ്? ആമയുടെ പര്യായ പദം അല്ലാത്തതാണ്. ശരിക്കും ഒരു ഓപ്ഷനേ വരികയുള്ളൂ. ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. ആമയുടെ പര്യായ പദം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. നല്ലൊരു ഓപ്ഷൻ വരുള്ളൂ. ഓക്കെ, എന്തായാലും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവയിൽ കുതിരയുടെ പര്യായ പദം അല്ലാത്തത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്? നമുക്ക് അതിൻ്റെ കുതിരയുടെ പര്യായം എന്താണെന്ന് അറിയണം. എന്നാലേ അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മാക്സിമം എഴുതിയെടുത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എഴുതിയെടുത്ത് പഠിക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുക, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ചോയ്സാണ്, പഠിക്കുന്നവരുടെ ചോയ്സാണ്. അപ്പോൾ അശ്വം എന്ന് പറയുന്നത് കുതിര. അത് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നൊരു വേർഡാണ് അശ്വം എന്ന് പറയുന്നത് കുതിര എന്നാണ്. അതേപോലെ തന്നെ പികം എന്താണ്? പികം എന്ന് പറഞ്ഞാൽ കുയിലാണ് പികം. ഓപ്ഷൻ സി തുരകം എന്ന് പറഞ്ഞാലും കുതിരയാണ്. ഹയം എന്താണ്? ഹയവും കുതിരയാണ്. അപ്പം കുതിരയുടെ പര്യായപദം അല്ലാത്തതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി പിഗമാണ് ആൻസർ. പിഗം. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. മുടി പര്യായപദമല്ലാത്തത് ഇത്. അപ്പം മുടിയുടെ പര്യായം അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വേണി, ഓപ്ഷൻ ബി വാണി, ഓപ്ഷൻ സി ചിഗുരം, ഓപ്ഷൻ ഡി കേശം. അതിൽ ഓപ്ഷൻ ഡി കേശം എന്താണ്? മുടിയാണെന്ന് നമുക്കറിയാം. പിന്നെ ബാക്കിയൊരു 3 ഓപ്ഷനാണ് ഒത്തിരി സംശയമായിട്ട് തോന്നുന്നത്. അപ്പോൾ വേണി എന്ന് പറഞ്ഞാൽ എന്താണ്? വേണി എന്ന് പറഞ്ഞാൽ മുടി എന്നർത്ഥം തന്നെയാണ് വരുന്നത്. വേണി. വാണി അപ്പോൾ എന്താണ്? വാണി എന്ന് പറഞ്ഞാൽ വാക്കാണ്. ചിഗുരം എന്താണ്? ചിഗുരവും എന്താണ്? മുടിയാണ്. മുടിയുടെ പര്യായം തന്നെയാണ് ചിഗുരവും വേണി. അതേപോലെ തന്നെ കേശം ഓൾറെഡി പറഞ്ഞു. കേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ്. എന്താണ്? മുടിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? മുടിയുടെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ബി വാണിയാണ്. അപ്പോൾ അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രോഹിതം പര്യായപദം ഏത്? ഓപ്ഷൻ എ ദേവനം, ഓപ്ഷൻ ബി തിതീർഷ, ഓപ്ഷൻ സി ഭസ്മം, ഓപ്ഷൻ ഡി കുങ്കുമം. അപ്പം രോഹിതം എന്താണെന്ന് അറിയണം അല്ലേ? രോഹിതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? രോഹിതം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം എന്നാണ് അർത്ഥം. രോഹിതം എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം. അപ്പം അതിൻ്റെ ഒരു പര്യായം എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? വരാൻ സാധ്യത ഓപ്ഷൻ എ ദേവനം എന്ന് പറഞ്ഞാൽ കളി വിനോദം എന്നൊരർത്ഥമാണ് വരുന്നത്. ദേവനം കളി വിനോദം. രോഹിതത്തിൻ്റെ അല്ല.
തിതീഷ പോലത്തെയുള്ള വേർഡ്സ് നമുക്ക് പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വേർഡാണ്. ഇതൊക്കെ എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. ഓപ്ഷൻ ബി തിതീഷ എന്ന് പറഞ്ഞാൽ കടക്കാനുള്ള ആഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ ഓപ്ഷൻ സി ഭസ്മം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓപ്ഷൻ ഡി കുങ്കുമം എന്താണെന്ന് അറിയാം. അപ്പം ഇതിൻ്റെ ആൻസർ രോഹിതം എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളർ എന്നൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ചുവപ്പ് കളർ ഏതാണ്? കുങ്കുമമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കുങ്കുമം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കള്ളം പര്യായപദം അല്ലാത്തത് ഏത്? കള്ളം പര്യായപദം അല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കുക. പര്യായപദം അല്ലാത്തതാണ് ഇതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വ്യാജം, ഓപ്ഷൻ ബി പൊളി, ഓപ്ഷൻ സി സ്വാപം, ഓപ്ഷൻ ഡി കൈതവം. അപ്പോൾ വ്യാജം എന്ന് പറഞ്ഞാലും കള്ളമൊക്കെ എന്താണ്? ഒരേപോലെയുള്ളൊരു വാക്കാണ്. അതേപോലെ പൊളി നമുക്കറിയാം, എന്താണ്? പൊളി വാക്ക് പറയരുത് എന്നൊക്കെ ഉള്ളൊരു ഇതറിയാം. പൊളി എന്ന് പറയുന്നത് കള്ളം എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് വരുന്നത്. ഇനി നമുക്കൊരു സംശയം തോന്നുക, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയുമാണ് നമുക്കിത്തിരി സംശയം തോന്നുന്നത്. അപ്പോൾ സ്വാപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ഉറക്കമാണ് അതിൻ്റെ അർത്ഥം. സ്വാപം എന്ന് പറഞ്ഞാൽ ഉറക്കം. പിന്നെ കൈതവം എന്ന് പറഞ്ഞാൽ വഞ്ചന. അതും എന്താണ്? ഒരു കള്ളമെന്നോ വ്യാജം, പൊളി അതൊക്കെ ഒരു ഏകദേശം ഒരു ഒരേപോലെയുള്ള റേഞ്ച് നിൽക്കുന്ന ഒരു വാക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്വാപമാണ് ആൻസർ വരുന്നത്. സ്വാപം എന്ന് വെച്ചാൽ ഉറക്കം എന്നാണ് അർത്ഥം വരുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ധവളം യോജിച്ചത് കണ്ടെത്തുക. ഓപ്ഷൻ എ ശുഭ്രം, ഓപ്ഷൻ ബി നിരപ്പ്, ഓപ്ഷൻ സി തിളക്കം, ഓപ്ഷൻ ഡി മൃദുലമായ. അപ്പോൾ ധവളം എന്താണ്? ധവളം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ഒരു ലൈറ്റ് പ്രകാശം എന്നൊരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഒരുപാട് PSC എക്സാം എഴുതുകയാണ്. അപ്പോൾ ധവളം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളുപ്പ് എന്നൊരു അർത്ഥമാണ് വരുന്നത് അല്ലേ? വെളുപ്പ്, പ്രകാശം എന്നുള്ളത് ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ശുഭ്രം എന്താണ്? ശുഭ്രം എന്ന് പറഞ്ഞാൽ നിരപ്പ് അറിയാം നമുക്ക്, നിരപ്പായിട്ടുള്ളത്. അതേപോലെ തിളക്കം തിളങ്ങുന്നത്, മൃദുലമായത് മൃദുവായിട്ടുള്ളത്. ഈ ഒരു 3 ഓപ്ഷനും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ശുഭ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ശുഭ്രം എന്ന് പറഞ്ഞാലാണ് വെളുപ്പ് എന്നൊരു അർത്ഥം വരുന്നത്. ഇനിയിപ്പോൾ ഇത് അറിയത്തില്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാം. കാരണം നിരപ്പ്, തിളക്കം, മൃദുല ഇത് 3 നമുക്ക് അറിയാവുന്ന വേർഡ്സാണ്. അപ്പോൾ ഒരെണ്ണമേ ആയിരിക്കുള്ളൂ എന്താണ് ആൻസർ വരുന്നത്. അപ്പോൾ ശുഭ്രം എന്ന് പറയുന്നത് അറിയില്ലെങ്കിൽ കൂടി ഈ 3 നമുക്ക് അറിയാവുന്ന വാക്കായതുകൊണ്ട് സുഖമായിട്ട് ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആൻസർ ഓപ്ഷൻ എ ആണെന്ന്. നമുക്ക് സുഖമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കലപ്പ പര്യായപദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സീരം, ഓപ്ഷൻ ബി ഹാലം, ഓപ്ഷൻ സി ഗോദാരണം, ഓപ്ഷൻ ഡി നഗരം. അപ്പം നഖരമാണ്, ഗായല്ല നഖരമാണ്, ഇക്കായാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ എ സീരം എന്താണ്? സീരം എന്ന് പറഞ്ഞാൽ കള്ള്, മദ്യം എന്നൊക്കെ, വെള്ളം എന്നൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. അതേപോലെ തന്നെ ഹാരവും എന്താണ്? അത് തന്നെയാണ്, കള്ളെന്നൊരു അർത്ഥം കൂടിയാണ് വരുന്നത്. ഗോദാരണം എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേയ്ക്കുന്ന സ്ഥലത്തിനെയാണ് ഈ ഗോദാരണം എന്നും പറയുന്നത്. നഖരം എന്ന് വെച്ചാൽ നഖം എന്നൊരു അർത്ഥമാണ് വരുന്നത്. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനെ തെറ്റാണ്. കാരണം കലപ്പ പര്യായപദം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ കലപ്പയുടെ പര്യായപദം ഓർമ്മ പോലും വരുന്നില്ല. ഒന്നും ഓപ്ഷൻ ഡി എന്നല്ല, ഒന്നും ഈ 4 ഓപ്ഷനും എന്താണ്? കലപ്പയുടെ പര്യായപദമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, പിന്നീടാണെങ്കിൽ നമുക്ക് ആവശ്യം വരും. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളതിൽ രശ്മിയുടെ പര്യായപദം അല്ലാത്തതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. രശ്മിയുടെ പര്യായപദം അല്ലാത്തത് ഏത്? അപ്പോൾ രശ്മിയുടെ പര്യായപദം ഏതൊക്കെയാണ്? കിരണം നമുക്കറിയാം, എന്താണ്? രശ്മിയുടെ പര്യായപദമാണ് കിരണം. പിന്നെ ഒരു 3 നമുക്കൊരു സംശയം ഉണ്ടാകും, എന്താണ് അർത്ഥം എന്താണെന്ന് അറിയാത്തൊരു സംശയം. ഇതിൽ ഓപ്ഷൻ എ അംശു എന്ന് പറയുന്നത്
എന്താണ് സൂര്യൻ, സൂര്യപ്രകാശം എന്നൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. അതേപോലെ തന്നെ കതിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ, സൂര്യപ്രകാശം അല്ലെങ്കിൽ കിരണം, സൂര്യരശ്മി എന്നൊരു അർത്ഥമാണ് വരുന്നത്. ശിഖി, അതിൽ ശിഖിയാണ് എന്താണ്? മയിലാണ് വരുന്നത്. ശിഖി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മയിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ശിഖിയാണ് വരുന്നത്. രശ്മിയുടെ പര്യായപദമല്ലാത്തത് ശിഖിയാണ്. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. കാളയുടെ പര്യായപദം ഏത്? കാളയുടെ പര്യായപദം ഏത്? ഓപ്ഷൻ എ സൗരഭേയം, ഓപ്ഷൻ ബി കൂപകം, ഓപ്ഷൻ സി കേതനം, ഓപ്ഷൻ ഡി കുക്കുടം. അപ്പോൾ ഇതിലേതാണ്? സൗരഭേയം. സൗരഭേയം എന്ന് വെച്ചാൽ കാള എന്ന് തന്നെയാണ്. സൗരഭേയം എന്ന് വെച്ചാൽ കാളയാണ്. അതേപോലെ തന്നെ കൂപകം, കൂപകം എന്ന് വെച്ചാൽ കുളമാണ്. കുളത്തിനെയാണ് കൂപകം എന്ന് പറയുന്നത്. കേതനം, കേതനം എന്ന് പറഞ്ഞാൽ പതാക. പതാകയ്ക്ക് നമ്മൾ കേതനം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ കുക്കുടം, കുക്കുടം എന്ന് പറഞ്ഞാൽ കോഴി. കോഴിക്കാണ് നമ്മൾ കുക്കുടം എന്ന് പറയുന്നത്. അപ്പോൾ കാളയുടെ പര്യായപദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ സൗരഭേയമാണ് കാളയുടെ പര്യായം. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസിതം, ശ്യാമം, കൃഷ്ണം, ദ്രവം. കറുപ്പിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? കറുപ്പിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ അസിതം, ഓപ്ഷൻ ബി ശ്യാമം, ഓപ്ഷൻ സി കൃഷ്ണം, ഓപ്ഷൻ ഡി ദ്രവം. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന ഏതാണെന്ന് നോക്കണം. കറുപ്പിൻ്റെ പര്യായം അല്ലാത്തതാണ്. അപ്പോൾ ശ്യാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്യാമവർണ്ണൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്യാമം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. കൃഷ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പിനെയാണ് വർണ്ണിക്കുന്നത് കൃഷ്ണം എന്ന് പറയുന്നത്. പിന്നെ ഒരു സംശയം വരുന്നത് അസിതവും ദ്രവവുമാണ്. അസിതം, അസിതം എന്താണ്? ദ്രവം എന്താണ് എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അസിതവും ദ്രവവുമാണ് നമുക്ക് സംശയത്തിൽ നിൽക്കുന്നത്. അസിതം എന്ന് പറഞ്ഞാലും എന്താണ്? കറുപ്പ് എന്നൊരു അർത്ഥം ഉള്ളത്. അതേപോലെ തന്നെ ദ്രവം, ദ്രവം എന്ന് പറഞ്ഞാൽ കണ്ഠാഭരണം. കണ്ഠാഭരണം എന്താണ്? കണ്ഠാഭരണം, കഴുത്തിലുള്ള ആഭരണത്തിനെയാണ് എന്താണ്? ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? കറുപ്പിൻ്റെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ ഡി ദ്രവമാണ്. 27ാമത്തെ ലാസ്റ്റത്തെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദുഃഖത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? ദുഃഖത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കഥനം, ഓപ്ഷൻ ബി വ്യത, ഓപ്ഷൻ സി അഫീല, ഓപ്ഷൻ ഡി ഹാലം. അപ്പോൾ കഥനം, കഥനം അതിൽ വ്യത നമുക്കറിയാം. വ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖത്തിൻ്റെ തന്നെയാണ് വ്യത. അതിൽ കഥനം, കഥനമായിരിക്കും നമുക്ക്. ബാക്കി മൂന്നെണ്ണം നമുക്ക് അറിയില്ലാത്തതായിരിക്കണം പൊതുവെ എല്ലാവർക്കും. കഥനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദുഃഖം തന്നെയാണ്. പിന്നെ അഫീല, അഫീല എന്ന് പറഞ്ഞാലും എന്താണ്? അഭിലാഷം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അഫീല, അഭിലാഷം. ഹാലം, ഹാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കലപ്പയാണ്. അപ്പം ആൻസറായിട്ട് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും വരും. കാരണം എന്താണ്? ബാക്കി രണ്ടെണ്ണത്തിനും ദുഃഖം എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അഫീല എന്ന് പറഞ്ഞാൽ അഭിലാഷമെന്നും ഹാലം എന്ന് പറഞ്ഞാൽ കലപ്പ എന്നും അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ദുഃഖത്തിൻ്റെ അർത്ഥത്തിൽ പെടുന്നില്ല. ആൻസർ ഓപ്ഷൻ സി ആൻഡ് ഡി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ അഥവാ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും തിരക്കായ ചിലപ്പം വീഡിയോ ഇടാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ആദ്യം തൊട്ടുള്ള വീഡിയോസ് എല്ലാം കേട്ടിട്ട് പഠിക്കുക. നോട്ട്സായിട്ട് എഴുതിയെടുത്തവരാണെങ്കിൽ നോട്ട്സ് ഒന്ന് സ്വന്തമായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ തന്നെയായിരിക്കില്ല നിങ്ങൾ കാണുക. വേറെ വീഡിയോസോ അല്ലെങ്കിൽ നോട്ട്സോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പം വീഡിയോസ് മാത്രം നോക്കിയിരിക്കരുത് നിങ്ങൾ. അതിൻ്റെ കൂടെ ജസ്റ്റ് നിങ്ങൾ എനിക്ക് ഡെയിലി നോട്ട്സ് അല്ലെങ്കിൽ വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കി വിടുക. അപ്പം പഠിച്ച് തന്നെ പിന്നെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിക്കൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കറക്റ്റ് എക്സാമിൻ്റെ സമയത്ത് ഇരുന്ന് റിവിഷൻ ചെയ്യാൻ നോക്കണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് കാണുക അല്ലെങ്കിൽ നോട്ട്സ് എഴുതി വെച്ചൊന്ന് വായിച്ച് നോക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഏറെ ഉപയോഗമാകും. അപ്പോൾ താങ്ക് യു.